ചാവട്ടി ഓടിച്ചു കളഞ്ഞല്ലോ മോനെ നോക്കി പോണം. ഇത് തുറന്നു വിടല്ലേ, എന്റെ അന്നമാണ് കേട്ടോ. കാക്കാന് അവസാനം ആ ചാവട്ടി അത് തിരിച്ചു കളഞ്ഞല്ലോ. അതങ്ങ് എവിടെ ആ മൂലക്കാവട്ടി ഈ മൂലക്കാവട്ടി അതാണ് അങ്ങനെ 4 മൂലയ്ക്ക് കണ്ടിട്ടുണ്ട്. 4 മൂലയ്ക്ക് എന്നാ 4 മൂല കലായം വരമാണ്. കാക്കാന് താന് എവിടുന്നുള്ള വരവായി പോയിട്ടുണ്ട്. ഞാനന്ന് കൈലാസത്തിൽ നിന്ന് തമ്പുരാട്ടി കാക്ക കിട്ടി വന്ന വരവാ. തമ്പുരാട്ടി പരമശിവന്റെയും പാർവതിയോ? പാർവതി തമ്പുരാട്ടില്. അത് ശരി. നീ എന്തിനാ കൈലാസത്തിൽ പോയത്? അയ്യോ തമ്പുരാനെ, അത് വലിയൊരു കഥയാ. കേക്കട്ടെ. തമ്പുരാൻ ഒന്ന് ക്ഷമിച്ചു തരുവാണെങ്കിൽ ഞാനങ്ങ് പറയാം. അത് മുഴുവൻ ഞങ്ങൾ കേൾക്കാം, ക്ഷമയോടെ കേൾക്കാം. ഇത് അടിയന്റെ പാണ്ഡവ ഉടുതുണിയൊക്കെ ഇതിനകത്താ, സൂക്ഷിച്ചു വെച്ചോണം. കഥ പറഞ്ഞ് തീരുമ്പം ഇത് തിരിച്ചു തരണം. കൊണ്ടുപോകാനൊക്കെ ഒന്നാമത്തെ അറിയാം, ഞാൻ വരും. അല്ലേ തമ്പുരാനെ, കൈലാസത്തില് പാർവതി തമ്പുരാട്ടിയും ശിവതമ്പുരാനും കൂടെ നൃത്തം ചെയ്യും. പാർവതി തമ്പുരാട്ടി ശിവൻ തമ്പുരാനും കൂടെ നൃത്തം ചെയ്യും. അപ്പം അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരുന്നപ്പം അടിയൻ അവിടെ ചെന്നു. അടിയൻ ഒരു ഭൂതി, ഈ നൃത്തം ഒന്ന് കണ്ടാലോ. അപ്പൊ ഒരു സംശയം അടിയൻ, ഇത് കണ്ടാൽ ഇത് ദോഷമാകുമോ എന്നൊരു സംശയം. അങ്ങനെ സംശയം ആയതുകൊണ്ടേ ഞാൻ ഇങ്ങനെ ആലോചിച്ച് സമയത്ത് അതിലെ നാട്ടം പറഞ്ഞു വീണയുമായിട്ട്. ആ വീണയല്ല, ഈ വീണ. ഈ വീണയുമായിട്ട് അതിലേ വന്നു. അപ്പം തമ്പുരാനോട് ഞാൻ ചോദിച്ചു, എന്റെ പൊന്ന് തമ്പുരാനെ, അടിയൻ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതെങ്ങനാ കേട്ടാ ഇതുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേ തമ്പുരാൻ പറഞ്ഞു, ഓരോ ദോഷമില്ല, നീ അങ്ങോട്ട് ചെന്ന് കാണുന്നു. തമ്പുരാനെ, അടിയൻ അവിടുന്ന് അങ്ങോട്ട് ചെന്നു. അപ്പൊ ഒരു സംശയം, ചെയ്യുന്നത് തെറ്റാണോ എന്ന്. നമ്മള് ചില്ലറ ആൾക്കാർ അടുത്തോട്ടല്ല പോകുന്നത്. അപ്പൊ തിരിച്ചു വന്നിട്ട് നാരദ തമ്പുരാനോട് ഒന്നുകൂടെ ചോദിച്ചു, തമ്പുരാനെ, ആ ചെയ്യുന്നത് തെറ്റാണോന്ന്. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, ഒരു തെറ്റില്ല, നീ പോയി കണ്ടോളാം. അടിയൻ അവിടോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒടിഞ്ഞു നിന്ന് ഇങ്ങനെ നോക്കി. അപ്പൊ ശിവൻ തമ്പുരാൻ കലായം ചവിട്ടുമായിരുന്നു, കലായം. അന്നേരം പാർവതി തമ്പുരാട്ടി എന്നെ ഒന്ന് നോക്കി. അപ്പോഴേ ശവിച്ചു, ഭൂമിയിൽ പോയി നീ വേഷവും കെട്ടി പിച്ച എടുത്ത് തെണ്ടി തിരിഞ്ഞ് നടന്നോളാം. അങ്ങനെ അരിയൻ ഇങ്ങനെ വന്ന വഴിയാണ്. ഇവിടെ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. ഇവിടെ ആകുമ്പോ ഒരുമിച്ച് പിന്നെ കൈനോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിന്റെ രാജ്യം ഏതാണ്? അയ്യോ, എന്റെ രാജ്യമേ മനോരാജ്യം. തമ്പുരാനെ, മനോരാജ്യം. മനോരാജ്യം? അതൊക്കെ നിർത്തിപ്പോയിട്ട് ഒത്തിരി കാലമായി. അയ്യോ, വേറെ ഏതെങ്കിലും രാജ്യമാണോ? അല്ല തമ്പുരാനെ, മനോരാജ്യം. മനോരാജ്യം. നിന്റെ ദേശം ഏതാ? അടിയന്റെ ദേശം ഒരു ഏകദേശം തമ്പുരാനെ. ഏകദേശം? ഉദ്ദേശമൊന്നുമില്ല, ഏകദേശം. അതൊന്നും അല്ല ഞാൻ ചോദിച്ചത്. നിന്റെ നാട് ഏതാ? എന്റെ നാടോ? എന്റെ നാടാണ് പഴനാടാണ്. പഴനാട്? അത് ശരി. അത് കൊള്ളാമല്ലോടാ. എടാ, ഞങ്ങൾ ചോദിച്ചാൽ നിന്റെ വീട് എവിടാന്ന് ചോദിച്ചത്. അടിയന്റെ വീടേ തൂണിന്റെ കവലത്തേല. ഇപ്പൊ എന്നാ പറഞ്ഞാലും തിരിച്ചും മറിച്ചുമാണല്ലോ. എടാ എടാ, അങ്ങനെയൊന്നും അല്ല. നീ എവിടുത്തുകാരനാണ് ഞാൻ വ്യക്തമായിട്ടൊന്ന് പറയണോ? അയ്യോ തമ്പുരാനെ, അടിയനെ
ചൂതമൂഷിക തീരത്തുകാരനാണ്. ചൂതമൂഷിക തീരം. ആ. എടാ ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു സ്ഥലത്തെ ഞങ്ങൾ കേട്ടിട്ടില്ലോ. ഈ തമ്പുരാനെ അറിയാം. അത് ചമകൃതോ ചമകൃതല്ലേ തമ്പുരാനെ? ആ ഇല്ല തമ്പുരാനോട് ചൂതമെന്ന് വെച്ചാൽ എന്നാ തമ്പുരാനെ? തമ്പുരാൻ ഇങ്ങനൊന്നും പറയത്തില്ല. പറയേണ്ട സമയത്ത് പറയും. പറയണ്ട ഇങ്ങനെ നോക്കിയിട്ട് പറയും. ആ പറയേണ്ട സമയത്ത്. അത് കാരണം അപ്പൊ ചൂത് മൂഷിക എന്ന് വെച്ചാലോ? എലി. അതും ചെയ്യും. അപ്പൊ തീരം എന്നാ? അപ്പൊ അതൊന്ന് കൂട്ടിക്കഴിച്ചാലോ? തമ്പുരാനെ അടിയൻ അവിടുത്തുകാരനല്ല. തമ്പുരാനെ അടിയൻ അവിടുത്തുകാരനല്ല. തമ്പുരാനെ അടിയൻ ആറുമുളക്കാരനാ. തമ്പുരാനെ തമ്പുരാനെ നെറ്റിക്ക് കൊമ്പ്, വാലെ പുള്ളി, കാലെ ചെലമ്പി. തമ്പുരാനെ അടിയൻ അവിടെ വരെ ചെന്നു പോകും. അടിയൻ അവിടെ അല്ലല്ല തമ്പുരാനെ അടിയനുണ്ടല്ലോ തമ്പുരാനെ അങ്ങ് മുളക്കിഴക്കാരനാ തമ്പുരാനെ. അവിടുന്നല്ലയോ ഞങ്ങളുടെ ഒരു വാഴകല മോഷണം പോയത്. അയ്യോ പടല തമ്പുരാനെ ആര്യൻ അവിടുക്കാരനല്ല. തമ്പുരാനെ അടിയൻ അവിടുക്കാരനല്ല. ആര്യൻ കറ്റാനത്തുകാരന്, മൂവന്തിക്കാരന്റെ, ചേട്ടന്റെ, മോന്റെ ഭാര്യയുടെ ആങ്ങളാണ് തമ്പുരാനെ. അതെ അതെ അതെ. കറ്റാനത്തുകാരൻ മോന്തിക്കൊക്കെ ഞങ്ങൾ അറിയുന്നതാണ്. കാക്കാനെങ്കിലും ചോദിച്ചോ? എന്തോ കറ്റാനത്തുകാരൻ മോന്തിക്കാക്കാര് ചേട്ടന്റെ ഒരു തവണ പറഞ്ഞില്ലേ? ചേട്ടന്റെ മോന്റെ അളിയനാണ് ഞാൻ. നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞാ പറ്റുകയാണ്. നിന്റെ കൂടെ എടാ കാക്കാത്തിമാര് വല്ലോ ഉണ്ടോ കൂടെ? തമ്പുരാനെ കാക്കാത്തിമാരൊക്കെ ഉണ്ടോ? സാധാരണ കാക്കാമാരുടെ കൂടെ 2-3 കാക്കാത്തിമാരൊക്കെ കാണുന്ന 3 കാക്കാത്തിമാര് 3 പേര്. 3 പേര്. അതിനാണ് ഒന്നിനെ കൊണ്ട് പറ്റുകയല്ലേ? തമ്പുരാനെ പോകുന്ന വഴിക്ക് ക്ഷീണമൊക്കെ ആർക്കും ഉണ്ടാകാം. അപ്പൊ ആർക്കുമല്ലോ ഒന്നുകൊണ്ട് നടക്കില്ല. തമ്പുരാനെ തമ്പുരാനെ എന്താ കാക്കാത്തിമാര് തമ്പുരാനിപ്പോ കണ്ടിട്ടുള്ള കാര്യം വല്ല സംബന്ധം ചെയ്യാൻ വേണ്ടി. തമ്പുരാൻ ആരാ സാധനം? ഒരു സംബന്ധമൊക്കെ ചെയ്യുന്ന ആളാ. സംബന്ധക്കാരല്ല. ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ല. തമ്പുരാനെ കണ്ടു കഴിഞ്ഞിട്ട് ചമ്മന്തം ചെയ്യണം. ഈ തമ്പുരാന് ചമ്മന്തം ചെയ്യണമെന്ന് പറയല്ലേ? തമ്പുരാനെ തമ്പുരാനൊന്ന് വിളിച്ചാട്ടെ. ഞാനല്ലേ ചോറ് കൊടുക്കണം. അപ്പൊ ഞാൻ വിളിച്ചാലല്ലേ വരത്തുള്ളൂ. ഞാൻ വിളിക്കാം. ഓരോരോ പേര് വെച്ച് വിളിക്കാം. എടി കാളിയേ ഇങ്ങവാ കണ്ടോടാ നീ കണ്ടോടാ എന്റെ കാളിയെ. എടാ നീ ഈ കാക്കാത്തിക്കൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ വളരെ ക്ഷീണിച്ചൊക്കെ. തമ്പുരാനൊന്ന് ചോദിച്ചേ. മണ്ണാകുളങ്ങരേന്ന് ഒരു കാക്കാത്തി വന്നു കേറി. മണ്ണാകുളങ്ങരേന്ന് ഒരു കാക്കാത്തി വന്നു കേറി. കൈ നോക്കി ഫലമെല്ലാം പറഞ്ഞിടും ഞാൻ. സന്തോഷത്തോടെ കൂലി
കൈ നോക്കി പലവിധ പറഞ്ഞിടും ഞാൻ സന്തോഷത്തോടു കൂടി എടാ ആ ഇത് ഒരാളെ ആണല്ലോ. ആ ഇനി അടുത്ത ആളെ വിളിക്കാം. ഞാൻ അടുത്ത ആളെ കൂടെ വിളിക്കാം. ആ. എടി നീലിയേ ഇങ്ങവാ എന്താ നീലിയെ ഇത് എന്നെ ഓട്ടമായി ഓടുന്നത്. വന്നെങ്കിൽ കേറുവാ ആ നാലഞ്ചു നാളായി കഞ്ഞി കുടിച്ചിട്ട് നാമനക്കാനും കഠിനം. നാലഞ്ചു നാളായി കഞ്ഞി കുടിച്ചിട്ട് നാമനക്കാനും കഠിനം. ഭിക്ഷകൾ തന്നെന്നെ കാത്തു രക്ഷിക്കണം കാരുണ്യവാന്മാരെ നിങ്ങൾ. ഭിക്ഷകൾ തന്നെന്നെ കാത്തു രക്ഷിക്കണം കാരുണ്യവാന്മാരെ നിങ്ങൾ. എടാ ഇതിപ്പോ രണ്ടുപേരെ ആണല്ലോ. നീ പറഞ്ഞ 3 പേരുണ്ടെന്നല്ല. ആ. മൂന്നാമത്തെ ആളെ എടി മഞ്ജുളാങ്കിയേ ഇങ്കവാ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ഉള്ളതെല്ലാം കള്ളമല്ല കുറി ചൊല്ലും പെണ്ണു ഞാൻ. കയ്യിലുള്ള രേഖ നോക്കി നല്ല കാര്യം ചൊല്ലില്ല. ഉള്ളതെല്ലാം കള്ളമല്ല കുറി ചൊല്ലും പെണ്ണു ഞാൻ. കയ്യിലുള്ള രേഖ നോക്കി ഉള്ള കാര്യം ചൊല്ലിടാം. നാട്ടിലുള്ള ഒട്ടുപേരെ കണ്ടിടുന്ന പെണ്ണു ഞാൻ. പൈസ വാങ്ങി കൈകൾ നോക്കി തഴക്കമുള്ള പെണ്ണു ഞാൻ. നാട്ടിലുള്ള ഒട്ടുപേരെ കണ്ടിരുന്ന പെണ്ണു ഞാൻ. പൈസ വാങ്ങി കൈകൾ നോക്കി തഴക്കമുള്ള പെണ്ണു ഞാൻ. പൈസ വാങ്ങി കൈകൾ നോക്കി തഴക്കമുള്ള പെണ്ണു ഞാൻ. ഒട്ടുപേരെ കണ്ടിടുന്ന പെണ്ണു ഞാൻ. പൈസ വാങ്ങി കൈകൾ നോക്കി തഴക്കമുള്ള പെണ്ണു ഞാൻ. നാട്ടിലുള്ള ഒട്ടുപേരെ കണ്ടിരുന്ന പെണ്ണു ഞാൻ. എടാ കാക്കാനെ ഇവര് അവിടെ പോയിരിക്കുന്നു ഇവിടെ പോയിരിക്കുന്നു ഇതൊക്കെ പരാതികളൊക്കെ പറയുന്നു. അതെന്താടാ അങ്ങനെ? അവരങ്ങനെയുള്ള അല്ലേ? നീ ഇതൊക്കെ മാറ്റൊന്നും കൊടുക്കുന്നില്ല. ഇല്ല അവരെല്ലാം മാറ്റി കൊടുക്കുന്ന എങ്ങും പോയി ഒരു പരാതി പറയുന്നില്ല. ഇല്ലേ? നമുക്കൊക്കെ പരാതി ഉണ്ടോ? ഞാൻ ഇല്ലില്ല അവരൊന്നും പരാതി കേൾക്കാനേ. എടാ, ആ ഇങ്ങനെയുള്ള ആ ഈ സദസ്സിലൊക്കെ വന്നാല് ആ. ഇങ്ങനെയൊന്നും അല്ലടാ വേണ്ടത്. ആ. നമ്മള് ഗണപതിയെ ആ ഒന്ന് വാഴ്ത്തി സ്തുതിക്കണം. അബ്രാമേ ഈ വെട്ടക്കൊന്നിട്ട് ഗണപതി വാങ്ങി നോക്കിയാൽ പറഞ്ഞു. ആ പിന്നെ അങ്ങനെ വേണ്ട. എടാ എന്നാല് ആ നമുക്ക് ഗണപതി ഒന്ന് വാഴ്ത്തി ആ, സ്തുതിക്കാം. തമ്പുരാനെ ആദിമൂല ആനമായ ഗണേശ നമോ. ആന പോൽ ഉരുണ്ടു നീണ്ട ഗണ്ടനെ നമോ. കള്ളവേല പുള്ളിവരനും കള്ളനെ നമോ. രണ്ടു കൊമ്പിൽ ഒന്നൊഴിഞ്ഞ മണ്ടനെ നമോ. എടാ ആ ഇങ്ങനെങ്ങാനും ഇവരെങ്ങാനും ഗണപതി അല്ല ആ. പിന്നെ ചവിട്ടി കുത്തും. തമ്പുരാനെ ഞാൻ എന്റെ ഗണപതിയെ വാടി പറയുമ്പോ ഇങ്ങനെ പറയാം. പാട്ടിയെ ശപിച്ചു കൊല്ലത്തേ ഉള്ളൂ. എനിക്ക് തമ്പുരാന്റെ കാര്യം തമ്പുരാനെ കൂടെ പിടിച്ചാൽ ഞങ്ങളൊന്ന് നോക്കട്ടെ. ഞങ്ങളെ നമുക്ക് കൂടെ നോക്കാം. ആ അതെ അതെ. ശങ്കരൻ പണ്ടൊരു നാൾ